السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൻ്റെ സന്ദർഭങ്ങളിൽ സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ, ഈ ലോകത്തെ മനുഷ്യരെ, അവൻ്റെ പടപ്പുകളെ വെറുതെ വൃഥാവിലായി സൃഷ്ടിച്ചതല്ല. അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദ. അള്ളാഹു ചോദിച്ചില്ലേ, അയഹ്സബുൽ ഇൻസാൻ, മനുഷ്യൻ വിചാരിച്ചിരിക്കുകയാണോ, അൻ യുത്രക സുദ, അവൻ വെറുതെ വിട്ടേക്കപ്പെടുമെന്ന്? അഥവാ അള്ളാഹു അവനോട് ഒന്നും കൽപ്പിക്കാതെ ഒന്നും വിലക്കാതെ അവൻ്റെ പ്രവർത്തനങ്ങൾക്ക് അവനെ വിചാരണ ചെയ്യാതെ വിടുമെന്നാണോ മനുഷ്യൻ വിചാരിച്ചിട്ടുള്ളത്? ഒരിക്കലുമല്ല. അങ്ങനെ അള്ളാഹുവിനെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചാൽ, റബ്ബിനെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലാത്തത്, അള്ളാഹുവിനെക്കുറിച്ച് ഒരിക്കലും വിചാരിക്കാൻ പാടില്ലാത്തതാണ് അവൻ റബ്ബിനെക്കുറിച്ച് വിചാരിച്ചിട്ടുള്ളത്. കാരണം മാലിക്കുൽ മുൽക്കായ, ഈ ലോകത്തിൻ്റെ എല്ലാം സൃഷ്ടാവായ, ലോകരെ മുഴുവൻ ഏതു സമയത്തും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ് അവരോടൊന്നും കൽപ്പിക്കാതെ വിലക്കാതെ വെറുതെ വിടുമെന്ന് എങ്ങനെയാണ് റബ്ബിനെക്കുറിച്ച് ബുദ്ധിയുള്ള ഒരാൾക്ക് അത് സങ്കല്പിക്കാൻ സാധിക്കുക? അല്ല പ്രിയമുള്ളവരെ, അല്ലാഹു റബ്ബുൽ ആലമീൻ കിതാബുകൾ അവതരിപ്പിച്ചിരിക്കുന്നു, അവനവൻ്റെ റസൂലുകളെ നിയോഗിച്ചിരിക്കുന്നു. നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളിൽ, നമ്മുടെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളിൽ, അവൻ്റെ കിതാബുകളിലുള്ള വിശ്വാസം. ഈമാൻ എന്നാൽ അള്ളാഹുവിലും അവൻ്റെ മലക്കുകളിലും അവൻ്റെ കിതാബുകളിലും അവൻ്റെ റസൂലുകളിലും അന്ത്യദിനത്തിലും അള്ളാഹുവിൻ്റെ വിധിയിലും വിശ്വസിക്കലാണ്. ഈ 6 കാര്യങ്ങൾ ഉസൂലുൽ ഈമാൻ എന്നറിയപ്പെടുന്ന കാര്യങ്ങളാണ്. അതിൽ നോക്കൂ, 3-മതായി എണ്ണപ്പെട്ടിട്ടുള്ളതാണ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഉള്ള വിശ്വാസം. അള്ളാഹു അവതരിപ്പിച്ച കിതാബുകളിൽ മുഴുവൻ ഒരു മുസ്ലിം വിശ്വസിക്കുന്നവനാകണം. അതിലേതെങ്കിലും ഒരു കിതാബിൽ അവിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. നോക്കൂ, അള്ളാഹു അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചത്, വഖുൽ ആമൻതു ബിമാ അൻസലല്ലാഹു മിൻ കിതാബ്. വഖുൽ, ഓ നബിയെ താങ്കൾ പറയുക, ആമൻതു ബിമാ അൻസലല്ലാഹു മിൻ കിതാബ്. അള്ളാഹു ഏതേത് കിതാബ്, അള്ളാഹു ഏതേത് ഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടോ അതിൽ മുഴുവൻ, ആ കിതാബുകളിൽ മുഴുവൻ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അള്ളാഹു നമ്മോടൊന്നാകെ പ്രഖ്യാപിക്കാൻ പറഞ്ഞില്ലേ, ഖൂലു ആമന്ന ബില്ലാഹ് വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില ഇലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയഅഖൂബ വൽഅസ്ബാത്ത് വമാ ഊതിയ മൂസ വഈസ വമാ ഊതിയ النبيون من ربهم لا نفرق بين أحد منهم വനഹ്നു ലഹു മുസ്ലിമൂൻ. ഖൂലു, നിങ്ങൾ പറയുക,
ആമന്ന ബില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. വമ ഉൻസില ഇലൈന, നമുക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും, വമ ഉൻസില ഇലാ ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യഅഖൂബ വൽ അസ്ബാത്ത്. ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ്, യഅഖൂബ് എന്നീ നബിമാർക്ക്, വൽ അസ്ബാത്ത് യഅഖൂബ് നബിയുടെ മക്കൾക്ക്, ആ നബിമാർക്ക്, ആ സന്താന പരമ്പരയിലുള്ള നബിമാർക്കെല്ലാം അവതരിപ്പിക്കപ്പെട്ടതിൽ, വമ ഊതിയ മൂസ വ ഈസ, മൂസാ നബിക്കും ഈസാ നബിക്കും, മൂസാ നബിക്കും ഈസാ നബിക്കും അലൈഹിമുസ്സലാം നൽകപ്പെട്ടതിൽ, ആ ഗ്രന്ഥങ്ങളിൽ മുഴുവൻ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുക. അങ്ങനെ വിശ്വസിച്ചവരാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും റസൂലിനെ പിൻപറ്റിയ മുഅ്മിനുകളും. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹ് വമലായികതിഹി വകുതുബിഹി വറുസുലിഹി. നോക്കൂ അല്ലാഹു പറയുന്നത്, ആമന റസൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചിരിക്കുന്നു. ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ, ആ നബിക്ക് അല്ലാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതെന്തോ അതിൽ മുഅ്മിനുകളും വിശ്വസിച്ചിരിക്കുന്നു. കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി, അവർ മുഴുവൻ അല്ലാഹുവിലും അവൻ്റെ മലക്കുകളിലും അവൻ്റെ കിതാബുകളിലും റസൂലുകളിലും വിശ്വസിച്ചിരിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവർ മാത്രമാണ് മുഅ്മിനുകൾ. എന്നാൽ അല്ലാഹുവിൻ്റെ കിതാബുകളിൽ വല്ലതിനെയും ഒരുവൻ അവിശ്വസിച്ചാൽ, നിഷേധിച്ചാൽ, തള്ളിക്കളഞ്ഞാൽ അവൻ കാഫിറായി പോയിരിക്കുന്നു. നോക്കൂ അല്ലാഹു പറഞ്ഞത്, വമൻ യക്ഫുർ ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിർ ഫഖദ് ضل ضلالا بعيدا. ആരാണോ അല്ലാഹുവിനെ, അവൻ്റെ മലക്കുകളെ, അവൻ്റെ കിതാബുകളെ, റസൂലുകളെ, അന്ത്യദിനത്തെ അവിശ്വസിച്ചത്, തള്ളിക്കളഞ്ഞത്, നിഷേധിച്ചത്, ഫഖദ് ضل ضلالا بعيدا, അവർ ബഹുദൂരം വഴിപിഴച്ചു പോയിരിക്കുന്നു. അല്ലാഹുവിലുള്ള വിശ്വാസത്തിൽ അടങ്ങിയിട്ടുള്ള കാര്യമാണ് അല്ലാഹുവിൻ്റെ ഗ്രന്ഥങ്ങളിലും അവൻ നിയോഗിച്ച റസൂലുകളിലും വിശ്വസിക്കുക എന്നത്. എങ്കിലേ അല്ലാഹുവിലുള്ള വിശ്വാസം ശരിയാവുകയുള്ളൂ. അതുപോലെ നേരെ തിരിച്ച് അല്ലാഹുവിൻ്റെ കിതാബുകളിലും അവൻ്റെ റസൂലുകളിലുമുള്ള വിശ്വാസത്തിൽ ഉൾക്കൊള്ളുന്നു അല്ലാഹുവിലുള്ള വിശ്വാസം. കാരണം ആ കിതാബുകൾ റബ്ബിനെ കുറിച്ച് പറഞ്ഞു തരുന്നു, ആ റസൂലുകൾ റബ്ബിനെ കുറിച്ച് പറഞ്ഞു തരുന്നു. ഇങ്ങനെ പരസ്പര പൂരകങ്ങളാണ് നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ. അത് ഒന്നില്ലാതെ മറ്റൊന്ന് ശരിയാവുകയില്ല. അതിൽ ചിലത് വിശ്വസിക്കുകയും ചിലത് തള്ളിക്കളയുകയും ചെയ്യുക എന്നത് ഒരിക്കലും സാധ്യമല്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചത്, പ്രിയമുള്ളവരെ, വെറുതെയല്ല, മറിച്ച് അതിനു പിന്നിൽ അവൻ്റെ മഹത്തരമായ, അവൻ്റെ ഉന്നതമായ ഹിക്മത്തുണ്ട്, അവൻ്റെ യുക്തിയുണ്ട്. നോക്കൂ അല്ലാഹു അവൻ ഗ്രന്ഥം അവതരിപ്പിച്ചതിനെ കുറിച്ച് പറഞ്ഞത്, തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം, അല്ലാഹുവിൻ്റെ പക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് ഈ ഗ്രന്ഥം. എങ്ങനെയുള്ളവനാണ് റബ്ബ്? അൽ അസീസ് അൽ ഹകീം, അങ്ങേയറ്റത്തെ ഇസ്സത്തുള്ള, എല്ലാ പ്രതാപങ്ങളുമുള്ളവൻ. അൽ ഹകീം, അങ്ങേയറ്റത്തെ യുക്തിയുള്ളവൻ. അതുകൊണ്ട് ഈ ഗ്രന്ഥങ്ങൾ മുഴുവൻ യുക്തിസഹമാണ്. അള്ളാഹു അത് അവതരിപ്പിച്ചതിനു പിന്നിൽ മഹത്തരമായ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്, അള്ളാഹുവിനെ തള്ളിക്കളഞ്ഞവരെ, അവൻ്റെ കൽപ്പനകൾ അനുസരിക്കാത്തവരെ, അവനിൽ പങ്കുചേർത്തവരെ താക്കീത് ചെയ്യുക എന്ന കാര്യമാണ്. അതല്ലേ അള്ളാഹു പറഞ്ഞത്, അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീന അല്ലദീന യഅമലൂന الصالحات അന്ന ലഹും അജ്റൻ ഹസന മാകിസീന ഫീഹി അബദ വയുൻദിറ അല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ. നോക്കൂ, അള്ളാഹു താക്കീദിൻ്റെ കാര്യം എടുത്തെടുത്ത് ആവർത്തിച്ചു പറഞ്ഞത്. ഒരു വക്രതയുമില്ലാത്ത, വളവുമില്ലാത്ത ഈ ഗ്രന്ഥം അവൻ്റെ അടിമക്ക് അവതരിപ്പിച്ച അള്ളാഹുവിനാകുന്നു എല്ലാ സ്തുതിയും. അവൻ്റെ ശിക്ഷയെക്കുറിച്ച് താക്കീത് നൽകാനുള്ള ഗ്രന്ഥമാണിത്. അള്ളാഹുവിനെ അനുസരിച്ച് വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർക്ക് അള്ളാഹുവിൻ്റെ ഉന്നതമായ പ്രതിഫലമുണ്ട് എന്ന്, സ്വർഗമുണ്ടെന്ന് സന്തോഷവാർത്ത അറിയിക്കാനുള്ള ഗ്രന്ഥമാണിത്. അതിനാണ് അവൻ ഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുള്ളത്. വയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ, അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവരെ താക്കീത് ചെയ്യാൻ. നോക്കൂ, അടിമകൾ നരകത്തിൻ്റെ വഴിയിൽ പ്രവേശിച്ചാൽ അവർക്കെതിരിൽ താക്കീത് ചെയ്യാൻ, അവർക്കെതിരിൽ തെളിവ് സ്ഥാപിക്കാൻ ആണ് അള്ളാഹു ഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുള്ളത്, കിതാബുകൾ ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കിതാബുകൾ വന്നെത്തിയാൽ പിന്നീട് എനിക്കിത് അറിയുകയില്ല, ഞാനിതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല, എനിക്കിതൊന്നും അറിയുമായിരുന്നില്ല എന്ന് ഒരാൾക്കും ഒഴിവ് കഴിവ് പറയുക
സാധ്യമല്ല. അള്ളാഹു ഗ്രന്ഥം അവതരിപ്പിച്ചതിൻ്റെ, അവൻ്റെ കിതാബുകൾ ഇറക്കിയതിൻ്റെ പിന്നിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം ആ കിതാബുകൾ മുഖേന ആളുകൾ അവർക്കിടയിലുണ്ടായ പ്രശ്നങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുക എന്നതാണ്. നോക്കൂ നിങ്ങൾ, ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായാൽ, ഭിന്നതകളുണ്ടായാൽ തീർപ്പ് കൽപ്പിക്കേണ്ടത് അള്ളാഹുവിൻ്റെ കിതാബ് മുഖേനയാണ്, അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥം മുഖേനയാണ്. كان الناس أمة واحدة فبعث الله النبيين مبشرين ومنذرين وأنزل معهم الكتاب بالحق ليحكم بين الناس فيما اختلفوا فيه. അള്ളാഹു പറഞ്ഞത് നോക്കൂ, كان الناس أمة واحدة, ജനങ്ങൾ ഒരൊറ്റ സമുദായമായിരുന്നു. فبعث الله النبيين مبشرين ومنذرين وأنزل معهم الكتاب بالحق. തക്കീതുകാരും സന്തോഷവാർത്ത അറിയിക്കുന്നവരുമായി അള്ളാഹു അവൻ്റെ നബിമാരെ നിയോഗിച്ചു. അവരുടെ കൂടെ അള്ളാഹു ഗ്രന്ഥം അവതരിപ്പിച്ചു, അവർക്കുള്ള കിതാബുകൾ നൽകി, ഏറ്റവും ഹക്കായ കാര്യവുമായി കൊണ്ട്. എന്തിനു വേണ്ടിയാണത്? ലിയഹ്കുമ ബൈനന്നാസ് ഫീമാ ഇഖ്തലഫൂ ഫീഹി. ആളുകൾ ഭിന്നതയിലായിട്ടുള്ള കാര്യങ്ങളിൽ അവർക്കിടയിൽ ആ കിതാബ് മുഖേന അള്ളാഹുവിൻ്റെ നബിമാർ വിധി കൽപ്പിക്കുവാൻ വേണ്ടി. നോക്കൂ നിങ്ങൾ, ആളുകൾക്കിടയിൽ വിധി കൽപ്പിക്കാൻ, ആളുകൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ, ജനങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ള പരിഹാരം അള്ളാഹു അവതരിപ്പിച്ചതിലേക്ക്, അള്ളാഹുവിൻ്റെ വഹിയിലേക്ക് അവർ തിരിച്ചു പോവുക എന്നതാണ്. അള്ളാഹുവിൻ്റെ കിതാബിലേക്ക് അവർ തിരിച്ചു പോവുക എന്നതാണ് അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് അള്ളാഹു അവൻ്റെ വഹി അവൻ്റെ നബിമാർക്ക് നൽകിയിട്ടുള്ളത്, അവൻ കിതാബുകൾ അവതരിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ഹിക്മത്ത് എന്താണ്? അതിതിൻ്റെ ഭാഗം തന്നെയാണ്. ജനങ്ങളെ ഏറ്റവും സന്മാർഗത്തിലേക്ക്, തെളിമയാർന്ന വഴിയിലേക്ക് നയിക്കുവാൻ വേണ്ടി. കാരണം നന്മയേത് തിന്മയേത് എന്ന് വേർതിരിച്ചു മനസ്സിലാക്കാൻ മനുഷ്യൻ്റെ ബുദ്ധി മാത്രം പര്യാപ്തമല്ല. അവൻ്റെ ബുദ്ധി കൊണ്ട് എല്ലാ കാര്യങ്ങളിലും അത് നന്മയാണോ അത് തിന്മയാണോ, ഇത് ധാർമ്മികതയാണോ അധാർമികതയാണോ, ഇത് തെറ്റാണോ ശരിയാണോ എന്ന് തീർപ്പ് കൽപ്പിക്കാൻ സാധ്യമല്ല. ഒരാൾ മരണപ്പെട്ടു, അയാൾക്ക് സ്വത്തുണ്ട്, എങ്ങനെയാണത് വിഹിതം വെക്കേണ്ടത്? മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് അതിൻ്റെ കൃത്യമായ കണക്കും വിഹിതവും നിശ്ചയിക്കുക സാധ്യമാണോ? ഒരിക്കലും അത് പരിപൂർണമായും സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വയം ഏറ്റെടുത്തിരിക്കുന്നു, അത് അവൻ്റെ കിതാബിൽ വിവരിച്ചിരിക്കുന്നു. ഇതുപോലെ ഏതേത് കാര്യങ്ങളുണ്ടോ, നന്മ ഏതാണ് തിന്മ ഏതാണ്, അത് വിവരിക്കാൻ മനുഷ്യബുദ്ധി പര്യാപ്തമല്ലാത്തതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കിതാബുകളിൽ നാം യഥാവിധി വിശ്വസിക്കുക. എന്താണ് അള്ളാഹുവിൻ്റെ കിതാബുകളെ കുറിച്ച് നാം വിശ്വസിക്കേണ്ടത്? എന്താണ് നാം അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്? ആദ്യം വിശ്വസിക്കേണ്ടത് അള്ളാഹു അവതരിപ്പിച്ച അവൻ്റെ ഗ്രന്ഥങ്ങൾ മുഴുവൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അവൻ്റെ സംസാരമാണ്. അള്ളാഹുവിൻ്റെ കിതാബുകൾ മുഴുവൻ അള്ളാഹുവിൻ്റെ സംസാരമാണ്. തൗറാത്ത് അള്ളാഹു സംസാരിച്ചതാണ്, ഇഞ്ചീൽ അള്ളാഹുവിൻ്റെ സംസാരമാണ്, സബൂർ അള്ളാഹുവിൻ്റെ സംസാരമാണ്, ഖുർആൻ അള്ളാഹുവിൻ്റെ സംസാരമാണ്. നമ്മുടെ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ശ്രേഷ്ഠമായ വിശേഷണങ്ങളിലൊന്നാണ് അവൻ സംസാരിക്കുന്നവനാണ് എന്നത്. സംസാരിക്കാതിരിക്കുക എന്നത് ന്യൂനതയാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന് പുറമെ ആളുകൾ സ്വീകരിച്ച ബിംബങ്ങളുടെ ന്യൂനതയായി അള്ളാഹു എന്തു പറഞ്ഞത്? അത് സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞത്. ഇബ്രാഹിം അലൈഹിസ്സലാം ആ ബിംബങ്ങൾക്ക് മുന്നിൽ നിന്ന് ചോദിച്ചതുപോലെ, മാലക്കും ലാ തൻതിഖൂൻ, എന്താ നിങ്ങൾ മിണ്ടാത്തത്? അവർക്ക് മിണ്ടാൻ സാധിക്കുന്നില്ല എന്നത് ന്യൂനതയാണ്. ആ ന്യൂനത എങ്ങനെയാണ് റബ്ബിനുണ്ടാവുക? ഒരിക്കലും അത് ശരിയാവുകയില്ല. മൂസ അലൈഹിസ്സലാമിൻ്റെ ജനത ആ കാളക്കുട്ടിയെ ഇലാഹായി സ്വീകരിച്ചപ്പോൾ അവരോട് അള്ളാഹു പറഞ്ഞില്ലേ, അവർ കാണുന്നില്ല, അല്ല യർജിഉ ഇലൈഹിം ഖൗല, ആ ബിംബം അവരോട് ഒന്നും മിണ്ടുന്നില്ല എന്ന്. നമ്മുടെ റബ്ബ് അവൻ സംസാരിക്കുന്നവനാണ്, അവൻ്റെ സംസാരത്തിനറ്റമില്ല. ഈ ലോകത്തെ സമുദ്രങ്ങളെല്ലാം മഷിയാക്കി, ഈ ലോകത്തെ മരങ്ങളെല്ലാം പേനയാക്കി, എങ്കിൽ പോലും അള്ളാഹുവിൻ്റെ വാക്കുകൾ, അവൻ്റെ വചനങ്ങൾ എഴുതി തീരുകയില്ല. കാരണം അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ തുടക്കമോ ഒടുക്കമോ ഇല്ലാത്തവനാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ കലാമിന്, അവൻ്റെ സംസാരത്തിന് തുടക്കമോ ഒടുക്കമോ ഇല്ല. കടലുകൾ അതെത്ര അധികമുണ്ട് എങ്കിൽ പോലും അതിനൊരു കണക്കുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിനപ്പുറത്താണ് എങ്കിൽ പോലും അതിനൊരു കണക്കുണ്ട് റബ്ബിൻ്റെ അരികിൽ. എന്നാൽ അള്ളാഹുവിൻ്റെ കലാം അതറ്റമില്ലാത്തതാണ്. കാരണം അള്ളാഹു തുടക്കമോ ഒടുക്കമോ ഇല്ലാത്തവനാണ്.
തൗറാത്ത് അവൻ സംസാരിച്ചതാണ്. അവൻ്റെ കിതാബുകൾ മുഴുവൻ, ഇഞ്ചീലും സബൂറും ഖുർആനുമെല്ലാം അവൻ്റെ സംസാരമാണ്. ഇത് നാം ഒന്നാമതായി അള്ളാഹുവിൻ്റെ കിതാബുകളെ കുറിച്ച് വിശ്വസിക്കണം. രണ്ടാമതായി പ്രിയ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളെക്കുറിച്ച് നാം വിശ്വസിക്കുക. അള്ളാഹു പേരു പറഞ്ഞു തന്ന ഗ്രന്ഥങ്ങളിൽ ആ പേരുകൾ സഹിതം വിശ്വസിക്കുക. മൂസാ നബിക്ക് അള്ളാഹു തൗറാത്ത് നൽകി, ഈസാ നബിക്ക് ഇഞ്ചീൽ നൽകി, ദാവൂദ് നബിക്ക് സബൂർ നൽകി, മുഹമ്മദ് നബിക്ക് ഖുർആൻ നൽകി. അലൈഹിം ജമീഅൻ അസ്സലാത്തു വസ്സലാം. അതിനുമപ്പുറം അള്ളാഹു നമുക്ക് പറഞ്ഞു തരാത്ത കിതാബുകളിൽ നാം അതുപോലെ വിശ്വസിക്കുക. അള്ളാഹു നമുക്ക് പേരു പറഞ്ഞു തരാത്ത കിതാബുകളിൽ ധാരാളം പണ്ഡിതന്മാർ അള്ളാഹു നിയോഗിച്ച മുഴുവൻ നബിമാർക്കും അള്ളാഹു കിതാബ് നൽകിയിട്ടുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടവരാണ്. കാരണം ഖുർആനിൽ ഉള്ള സൂചന അതാണ്. അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്ത് വഅൻസൽനാ മഅഹുമുൽ കിതാബ വൽ മീസാൻ. നാം നമ്മുടെ റസൂലുകളെ വ്യക്തമായ തെളിവുകളുമായി നിയോഗിച്ചു. അവരുടെ കൂടെ നാം കിതാബുകൾ അവതരിപ്പിച്ചു, മീസാൻ അവതരിപ്പിച്ചു, നീതി അള്ളാഹു റബ്ബുൽ ആലമീൻ അവതരിപ്പിക്കുകയുണ്ടായി. ആ കിതാബുകളിൽ പറഞ്ഞ കാര്യം കൊണ്ട് പിന്നീട് പുതുതായി ഉണ്ടായ ഒരു കാര്യം അതിൻ്റെ വിധി പോലും കണ്ടെത്താൻ സാധിക്കും. അങ്ങനെയുള്ള മീസാൻ അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കൂ, നബിമാരുടെ കൂടെ അള്ളാഹു ഗ്രന്ഥം അവതരിപ്പിച്ചു എന്ന് പറഞ്ഞത് കാണാം, കിതാബുകൾ ഇറക്കി എന്ന് പറഞ്ഞത് കാണാം. അതുകൊണ്ട് ധാരാളം പണ്ഡിതന്മാർ അള്ളാഹു എല്ലാ നബിക്കും കിതാബ് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് കാണാം. അതുകൊണ്ട് അള്ളാഹു റബ്ബുൽ ആലമീൻ പേരു പറയാത്ത കിതാബുകളുമുണ്ട് എന്ന് നാം വിശ്വസിക്കുക. അവൻ പേരു പറഞ്ഞു തന്ന കിതാബുകളിൽ അതുപോലെ നാം വിശ്വസിക്കുക. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, അള്ളാഹു അവതരിപ്പിച്ച കിതാബുകൾ മുഴുവൻ സന്മാർഗവും വെളിച്ചവുമാണ്. അതെല്ലാം മനുഷ്യരെ നേരായ വഴിയിലേക്ക് നയിക്കുന്നതാണ് എന്ന് നാം വിശ്വസിക്കുക. അള്ളാഹു അവതരിപ്പിച്ചത് ആളുകളുടെ കൈകടത്തലുകൾ കടന്നുകൂടിയതിലല്ല, മറിച്ച് അള്ളാഹു അവതരിപ്പിച്ച കിതാബുകൾ അത് മുഴുവൻ സന്മാർഗമാണ്, അത് മുഴുവൻ നേരായ വഴി മാത്രമാണ്. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ആ കിതാബുകൾ അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥങ്ങൾ അത് സമ്പൂർണ്ണമാണ്. അതുകൊണ്ട് തന്നെ ആ കിതാബുകളെ പരിഹസിക്കാനോ അതിനെ അപമാനിക്കാനോ നമുക്ക് പാടില്ല, മറിച്ച് അതിനെ ബഹുമാനിക്കുക, അതിന് ആദരവ് നൽകുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. ആരെങ്കിലും പറയുകയാണ് തൗറാത്തിനെ കുറിച്ച് അതിൽ യാതൊരു നന്മയുമില്ല, ആ കിതാബിലുള്ളത് മുഴുവൻ വങ്കത്തരങ്ങളാണ് എന്നാരെങ്കിലും ഒരാൾ പറഞ്ഞു എന്ന് സങ്കല്പിക്കുക. അള്ളാഹു അവതരിപ്പിച്ച തൗറാത്തിനെ കുറിച്ച്, ആളുകൾ കൈകടത്തിയ അവരുടെ കൈകളിലുള്ള ഗ്രന്ഥങ്ങളെക്കുറിച്ചല്ല, അത് യഥാർത്ഥ തൗറാത്തേ അല്ല. അള്ളാഹു അവതരിപ്പിച്ച തൗറാത്തിനെ ഇഞ്ചീലിനെ ഒരാൾ പരിഹസിച്ചാൽ, ഖുർആനെ പരിഹസിച്ചാൽ, വലഇയാദു ബില്ലാഹ്, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. അതിനെ നിന്ദിക്കുന്ന പ്രവർത്തനം ഒരാൾ പ്രവർത്തിച്ചു, അള്ളാഹുവിൻ്റെ കലാം ആണെന്ന് അവന് മനസ്സിലായി, മുസ്ഹഫ് മുന്നിലുണ്ട്, അത് മുസ്ഹഫാണെന്ന് അവൻ അറിയാം, അതറിഞ്ഞുകൊണ്ട് അവൻ അത് ചവിട്ടിമെതിക്കുകയാണ് എന്ന് സങ്കല്പിക്കുക. അല്ലെങ്കിൽ അവൻ അതെടുത്ത് വലിച്ചെറിയുകയാണ്. അള്ളാഹുവിൻ്റെ ഖുർആനാണിത്, ഇത് മുസ്ഹഫാണ് എന്നറിഞ്ഞുകൊണ്ട് ഒരാളത് വലിച്ചെറിയുന്നു, അല്ലെങ്കിൽ അതിനു മുകളിൽ കയറി നിന്ന് അത് ചവിട്ടിമെതിക്കുന്നു. ആ ഒരു പ്രവർത്തനം കൊണ്ട് തന്നെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, അവൻ കാഫിറും മുർത്തദ്ദുമായി തീരും. അള്ളാഹുവിൻ്റെ കിതാബിനെ ഒരാൾ കരുതി കൂട്ടി അവമതിച്ചാൽ, അതിനപമാനിച്ചാൽ, അതോടവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അഞ്ചാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ കിതാബുകളിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹു അവതരിപ്പിച്ചതിൽ അവൻ ദുർബലപ്പെടുത്താത്ത നിലനിൽക്കുന്ന അവൻ്റെ ഗ്രന്ഥമേതോ ആ ഗ്രന്ഥമനുസരിച്ച് അമൽ ചെയ്യൽ, അതിനനുസരിച്ച് ജീവിക്കൽ ഓരോ മനുഷ്യൻ്റെയും ബാധ്യതയാണ്. തൗറാത്ത് അള്ളാഹു റബ്ബുൽ ആലമീൻ അവതരിപ്പിച്ച സമയത്ത് ആ തൗറാത്ത് മുഖേന അമൽ ചെയ്യൽ ഓരോ മനുഷ്യൻ്റെയും ബാധ്യതയാണ്. അതവൻ പ്രാവർത്തികമാക്കണം, അതിലുള്ളതനുസരിച്ച് അവൻ ജീവിക്കണം. അതിനുശേഷം അള്ളാഹു ഇഞ്ചീൽ അവതരിപ്പിച്ചു. ഇഞ്ചീലിൽ തൗറാത്തിലെ ചില നിയമങ്ങൾ അള്ളാഹു ഇഞ്ചീലിലൂടെ ദുർബലപ്പെടുത്തി, ചില ഇളവുകൾ നൽകി. ആ സമയത്ത് ഇഞ്ചീൽ ഞാൻ വിശ്വസിക്കുകയില്ല, ഞാൻ തൗറാത്ത് മുറുകെ പിടിച്ചുകൊള്ളാം എന്നൊരുവൻ പറഞ്ഞാൽ അവൻ കാഫറാണ്. മറിച്ചവൻ അള്ളാഹു റബ്ബുൽ ആലമീൻ അവതരിപ്പിച്ച മുൻകഴിഞ്ഞതിനെ അസാധുവാക്കിയ നിലനിൽക്കുന്ന കിതാബേതോ അത് അവൻ അമലാക്കണം, അത് പ്രാവർത്തികമാക്കണം, അതനുസരിച്ച് ജീവിക്കണം.
അതെനിക്ക് വേണ്ട എന്ന് പറയാൻ അവന് അർഹതയില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവൻ്റെ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നു. ഖുർആൻ മുൻകഴിഞ്ഞ മുഴുവൻ കിതാബുകളെയും നസ്ഖ് ചെയ്തിരിക്കുന്നു, അതിനെല്ലാം അസാധുവാക്കിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അതിലുള്ള നന്മകൾ മുഴുവൻ ഈ ഗ്രന്ഥത്തിലുണ്ട്. അതിലാളുകൾ കടത്തിക്കൂട്ടിയ അബദ്ധങ്ങളോ തെറ്റുകളോ ഒന്നും തന്നെ ഈ ഖുർആനിലില്ല. ആ ഗ്രന്ഥങ്ങൾക്ക് മേൽ മുഴുവൻ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു അള്ളാഹുവിൻ്റെ ഖുർആൻ. അതുകൊണ്ട് ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതോടെ അതനുസരിച്ച് ജീവിക്കുക എന്നത്, അത് പ്രാവർത്തികമാക്കുക, അതിൽ വിശ്വസിക്കുക എന്നത് ഓരോ മനുഷ്യൻ്റെയും ബാധ്യതയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ 5 കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ കിതാബുകളിലുള്ള വിശ്വാസത്തിൽ നമ്മൾ മനസ്സിലാക്കുക. ഒന്ന്, അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥങ്ങൾ മുഴുവൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അവൻ്റെ സംസാരമാണ്. 2, അതിൽ പേര് പറഞ്ഞു തന്നതിൽ അങ്ങനെ പേരുകൾ സഹിതവും പേര് പറഞ്ഞു തരാത്തതിൽ അങ്ങനെ അള്ളാഹു അവൻ്റെ നബിമാർക്ക് ഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് മൊത്തത്തിലും വിശ്വസിക്കൽ നമ്മുടെ ബാധ്യതയാണ്. 3-ാമത്തെ കാര്യം, അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥങ്ങളിൽ മുഴുവനുമുള്ളത് സന്മാർഗവും വെളിച്ചവുമാണ്. 4-ാമത്തേത്, ആ ഗ്രന്ഥങ്ങൾ മുഴുവൻ സമ്പൂർണ്ണമാണ്, അതുകൊണ്ട് അവയെ അവമതിക്കാൻ പാടില്ല, അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതുണ്ട്. 5-ാമത്തെ കാര്യം, ആ കിതാബുകളിൽ പഴയതിനെ ദുർബലപ്പെടുത്തിക്കൊണ്ട്, പഴയതിനെ അസാധുവായിക്കൊണ്ട്, അസാധുവാകാത്ത നിലക്ക് നിലനിൽക്കുന്ന ഗ്രന്ഥമേതോ അതനുസരിച്ച് പ്രവർത്തിക്കുക, ജീവിക്കുക, അതിൽ വിശ്വസിക്കുക എന്നത് ഓരോ മനുഷ്യൻ്റെയും ബാധ്യതയാണ്. 5 കാര്യങ്ങൾ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കിതാബുകളെ കുറിച്ച് നാം വിശ്വസിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു യഥാർത്ഥ ഈമാൻ ഉൾക്കൊള്ളാനും അതിലായി മരിക്കുവാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വലാഹ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കേണ്ടത് എങ്ങനെയാണ് എന്നാണ് നാം മനസ്സിലാക്കിയത്. അതിൻ്റെ കൂടെ നിർബന്ധമായും നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്, അള്ളാഹുവിൻ്റെ കിതാബിൽ അവിശ്വസിക്കുന്നതിൻ്റെ പല രൂപങ്ങളുണ്ട്. അത് തള്ളിക്കളയുന്ന, അതിൽ കുഫറിൻ്റെ നിലപാട് സ്വീകരിക്കുന്ന ഒന്നിലധികം രൂപങ്ങളും രീതികളും ആളുകൾക്കിടയിലുണ്ട്. എന്തൊക്കെയാണത്? 1-ാമത്തേത്, അള്ളാഹുവിൻ്റെ കിതാബുകളെ ഒന്നടങ്കം നിഷേധിക്കുക എന്നതാണ്. മതനിഷേധികൾ, നിരീശ്വര നിർമ്മതവാദികൾ അവരുടെ ആശയങ്ങൾ പോലെ അവർ അള്ളാഹുവിൻ്റെ കിതാബുകളിൽ ഒന്നിലും വിശ്വസിക്കുന്നില്ല. തൗറാത്തിലോ ഇഞ്ചീലിലോ ഖുർആനിലോ ഒന്നിലും അള്ളാഹു അങ്ങനെ ഒരു ഗ്രന്ഥവും അവതരിപ്പിച്ചിട്ടില്ല, അല്ല റബ്ബ് തന്നെയില്ല എന്ന് പറയുന്നവർ. എന്നാൽ നോക്കൂ, അവരുടെ വിവരക്കേടുകളും അങ്ങേയറ്റത്തെ വങ്കത്തരങ്ങളും ഉൾക്കൊള്ളുന്ന അവരുടെ ആചാര്യന്മാരുടെ ഗ്രന്ഥങ്ങൾ അതവർക്ക് വേദഗ്രന്ഥങ്ങളാണ്. മനുഷ്യൻ കുരങ്ങിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണ് എന്ന് പണ്ടൊരു വിവരദോഷി എഴുതി വച്ചത് അവർക്ക് ഏറ്റവും വലിയ പ്രമാണമാണ്. എവിടെയാണത് തെളിഞ്ഞത്? ആരാണത് കണ്ടത്? ഈ മതത്തെ തള്ളിക്കളയാൻ അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഒരിക്കലും അവരുടെ ആ ആചാര്യന്മാരെക്കുറിച്ചോ അവരുടെ ഗ്രന്ഥങ്ങളെക്കുറിച്ചോ അവർ ചോദിക്കുകയില്ല. ആരാണ് കണ്ടത്? ഒരു മനുഷ്യൻ കുരങ്ങനായി മാറുന്നൊന്ന് കാണിച്ചു തരൂ. ഏതെങ്കിലും ഒരു കുരങ്ങൻ നിങ്ങളുടെ ആരുടെയെങ്കിലും കണ്ണിൽ മനുഷ്യനായി തീർന്നിട്ടുണ്ടോ? ചോദിക്കുകയില്ല. മറിച്ചത് തൊണ്ട തൊടാതെ വിഴുങ്ങും, അന്ധമായി അത് വിശ്വസിക്കും. കാരണം അത് പറഞ്ഞത് അവരുടെ ആചാര്യന്മാരാണ് എന്നതാണ്. അതാണ് കാരണം. എന്നാൽ ഖുർആൻ, അതിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞത്, അല്ലാഹു ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു, അങ്ങനെ മനുഷ്യകുലമുണ്ടായി, അതവർ വിശ്വസിക്കുകയില്ല. എന്തുകൊണ്ടാണ്? കാരണം അത് പറഞ്ഞത് അവരുടെ ആചാര്യന്മാരല്ല, മറിച്ച് അത് പറഞ്ഞത് ലോകത്ത് സത്യസന്ധതയിൽ ഒരാൾക്കും തർക്കമില്ലാത്ത കോടാനുകോടി മനുഷ്യർ അവരുടെ സത്യസന്ധതയ്ക്ക് സാക്ഷികളാണ്. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ നബിമാരാണ്, അവരുടെ ഗ്രന്ഥങ്ങളിലാണ്, അവർക്ക് അള്ളാഹു നൽകിയ കിതാബുകളിലാണ് അത് വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള അങ്ങേയറ്റത്തെ വിഡ്ഢിത്തത്തിൻ്റെ വക്താക്കളായ മതനിഷേധികൾ അവരെന്താണ് ചെയ്യുന്നത്? അള്ളാഹുവിൻ്റെ കിതാബുകൾ മുഴുവൻ നിഷേധിച്ച് തള്ളിക്കളയും. 2-ാമത്തെ കുഫറിൻ്റെ ഇനം എന്ന് പറയുന്നത് ആ കിതാബുകളിൽ ചിലതിൽ വിശ്വസിക്കുക, ചിലത് തള്ളിക്കളയുക. യഹൂദികളെപ്പോലെ, നസ്രാനികളെപ്പോലെ തൗറാത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഇഞ്ചീലിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ യഹൂദികൾ മുഴുവൻ കിതാബുകളെയും ഫലത്തിൽ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അള്ളാഹുവിൻ്റെ നബിമാരിൽ ഒരു നബി അവിശ്വസിച്ചാൽ അവൻ മുഴുവൻ നബിമാരിലും അവിശ്വസിച്ചവനെ പോലെയാണ്. ഫലത്തിൽ അങ്ങനെയാണ്.
നസ്രാനികൾ ഇഞ്ചീൽ വരെയുള്ള ഗ്രന്ഥങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്നു, ഖുർആൻ തള്ളിക്കളയുന്നു. ചിലവർ അള്ളാഹു അവതരിപ്പിച്ച എല്ലാ ഗ്രന്ഥങ്ങളെയും തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇതാണ് കിതാബുകളിൽ അവിശ്വസിക്കുന്നതിൻ്റെ രണ്ടാമത്തെ ഇനം. മൂന്നാമത്തെ ഇനം കിതാബിൽ തന്നെ ഉള്ള ചില ഭാഗങ്ങളിൽ വിശ്വസിക്കുക, ചില ഭാഗങ്ങളെ തള്ളിക്കളയുക എന്ന ഒരു സ്വഭാവമാണ്. അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബ് വതക്ഫുറൂന ബിബഅദ്. അള്ളാഹു ചോദിച്ചതുപോലെ നിങ്ങൾ കിതാബിൽ ചിലതിൽ വിശ്വസിക്കുകയും ചിലതിൽ അവിശ്വസിക്കുകയും ചെയ്യുകയാണോ? ഇന്ന് നോക്കൂ, നിങ്ങൾ ഖുർആനിൻ്റെ ആളുകൾ, അഹ്ലുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന ചിലരുണ്ട്, ഖുർആനിയൂൻ എന്ന് പറയപ്പെടുന്നവർ. എന്താണ് അവരുടെ വാദം എന്ന് പറഞ്ഞാൽ, അവരുടെ വാദം ഞങ്ങൾ ഖുർആൻ മാത്രം സ്വീകരിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്കും ഞങ്ങൾ സ്വീകരിക്കുകയില്ല, ഒരു ഹദീസും ഞങ്ങൾ സ്വീകരിക്കുകയില്ല. അങ്ങനെ ഒരുവൻ പറഞ്ഞാൽ ഞാൻ ഖുർആനാണ് സ്വീകരിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഒന്നുപോലും ഞാൻ സ്വീകരിക്കുകയില്ല എന്നൊരുവൻ പറഞ്ഞാൽ അവൻ ഖുർആനിനെ തന്നെ അവിശ്വസിച്ച, ഖുർആനും സുന്നത്തും അവിശ്വസിച്ച, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും തള്ളിക്കളഞ്ഞ കാഫിറും മുർത്തദ്ദുമായി പോയിരിക്കുന്നു. യാതൊരു സംശയവും അതിലില്ല. അള്ളാഹു അവൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു, മയ്യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്. ആരാണ് റസൂലിനെ അനുസരിച്ചത് അവൻ അള്ളാഹുവിനെ അനുസരിച്ചിരിക്കുന്നു. അത്വഇഉല്ലാഹ വ അത്വഇഉർ റസൂൽ. അള്ളാഹുവിനെ അനുസരിക്കുക, അവൻ്റെ റസൂലിനെ അനുസരിക്കുക. ഓ നബിയെ, താങ്കൾക്ക് ഞാൻ ഈ ഖുർആൻ അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് എന്തിനാണ്? ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. അവർക്ക് അവതരിപ്പിക്കപ്പെട്ടത് നബിയെ താങ്കൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുവാൻ, താങ്കൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുവാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഇല്ലാതെ ഖുർആനില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളില്ലാതെ ഖുർആനില്ല. ഏതുപോലെ ഖുർആനില്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയില്ല എന്നതുപോലെ വിശ്വസിക്കുന്നവൻ അത് രണ്ടിലും വിശ്വസിച്ചാലല്ലാതെ മുസ്ലിം ആവുകയില്ല. തള്ളിക്കളയുന്നവൻ അതിലൊന്ന് തള്ളിക്കളഞ്ഞാൽ ഇത് രണ്ടും തള്ളിക്കളഞ്ഞവനെ പോലെയാണ്. ഖുർആനിൽ അവൻ വിശ്വസിക്കുന്നു എന്ന അവൻ്റെ വാദം വ്യാജമായ വാദമാണ്, ഒരർത്ഥവുമില്ലാത്ത വാദമാണ്. അള്ളാഹു അവതരിപ്പിച്ചതാണ് ഇത് രണ്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അതാ പിൽക്കാലത്ത് ചില ആളുകൾ കടന്നു വരും, വയറ് നിറയെ ഭക്ഷണം കഴിച്ച് അവരുടെ സോഫകളിൽ ചാരിയിരുന്ന് അവർ പറയും, അള്ളാഹുവിൻ്റെ കിതാബിൽ ഹലാലായി കണ്ടത് നിങ്ങൾ ഹലാലാക്കിക്കൊള്ളുക, അള്ളാഹുവിൻ്റെ കിതാബിൽ ഹറാമായി കണ്ടത് നിങ്ങൾ ഹറാമാക്കി കൊള്ളുക, ഹദീസുകളൊന്നും എനിക്ക് വേണ്ടതില്ല എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾ അറിയുക അള്ളാഹുവിൻ്റെ റസൂൽ ഹറാമാക്കിയത് അള്ളാഹു ഹറാമാക്കിയത് പോലെയാണ്. അലാ ഇന്നി ഊതീതുൽ ഖുർആൻ വമിസ്ലഹു മഅഹ്. എനിക്ക് ഖുർആനും അതുപോലുള്ളതും നൽകപ്പെട്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ അല്ലാത്ത വഹി ലഭിച്ചിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ ധാരാളക്കണക്കായ കർമ്മങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ മാത്രമാണ് സ്ഥിരപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഹദീസുകളെ ഒരാൾ തള്ളിക്കളഞ്ഞാൽ ഫലത്തിലവൻ ഖുർആനെയും തള്ളിക്കളഞ്ഞിരിക്കുന്നു. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കിതാബുകളെ നിഷേധിക്കുന്നതിൻ്റെ മറ്റൊരു രൂപമാണ്, അതിൽ അവിശ്വസിക്കുന്നതിൻ്റെ, അതിൽ കുഫർ വന്നു ചേരുന്നതിൻ്റെ മറ്റൊരു രൂപം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടത്. എന്താണ്? അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളെ പരിഹസിക്കുക, അപഹസിക്കുക. അതിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഖുർആൻ ഒരാൾ വലിച്ചെറിയുന്നു, അത് മുസ്ഹഫാണെന്ന് അറിഞ്ഞുകൊണ്ട് വലിച്ചെറിയുന്നു, അല്ലെങ്കിൽ അതിനു മുകളിൽ അവൻ കാലുകൾ കൊണ്ട് അതിനെ ചവിട്ടി മെതിക്കുന്നു. അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. എന്നാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല എങ്കിലും ശരിയല്ലാത്ത തെറ്റായ ചില രൂപങ്ങളുണ്ട്. ചില ആളുകൾക്കെങ്കിലും അത് അറിവുണ്ടാവുകയില്ല. അതെന്താണ്? മുസ്ഹഫ്, അതിന് നാം അതിൻ്റെ സ്ഥാനവും ബഹുമാനവും നൽകേണ്ടതുണ്ട്. മുസ്ഹഫിനെ ആദരിക്കേണ്ട, അതിനെ അപമാനിക്കാൻ പാടില്ല. അതിനെ അപമാനിക്കുന്ന, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല എങ്കിൽ പോലും അതിന് താഴെ വരുന്ന, അതിൻ്റെ ബഹുമാനത്തോട് യോജിക്കാത്ത കാര്യങ്ങൾ പണ്ഡിതന്മാർ വിവരിച്ചത് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. മുസ്ഹഫ്, അതിനെ സഹോദരങ്ങൾ അവമതിക്കുന്ന രൂപത്തിൽ ഒന്നും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. മുസ്ഹഫിന് മുകളിൽ അതല്ലാത്ത മറ്റു ഗ്രന്ഥങ്ങൾ വെക്കുക പാടില്ലാത്തതാണ്, മുകളിലായിരിക്കണം. അതുപോലെ കാലിൻ്റെ അരികിൽ, അതിൻ്റെ നേരെ അല്ലെങ്കിൽ അതിൻ്റെ താഴെയായി, കാലിൻ്റെ താഴെയായി മുസ്ഹഫ് വെക്കുക പാടില്ലാത്തതാണ്. എന്തെങ്കിലും എഴുതാനോ മറ്റോ നമ്മൾ
കട്ടിയുള്ള പുസ്തകങ്ങൾ അടിയിൽ വെക്കുന്നത് പോലെ മുസ്ഹഫുകൾ താഴെ വെച്ച് അതിനു മുകളിൽ കടലാസ് വെച്ച് എഴുതിക്കൂടാ. കാരണം മുസ്ഹഫ് അതിനു വേണ്ടിയുള്ളതല്ല. ഒരു പാത്രമോ മറ്റോ അതിലുള്ള വെള്ളമോ മറ്റോ ചൂടാറാതിരിക്കാൻ, അല്ലെങ്കിൽ പൊടിയോ മറ്റോ വീഴാതിരിക്കാൻ മുസ്ഹഫ് അതിന് മുകളിൽ എടുത്തു വെച്ചുകൂടാ. മുസ്ഹഫ് അതിനു വേണ്ടിയുള്ളതല്ല. അള്ളാഹുവിൻ്റെ കലാമിന് ആദരവ് നൽകുക, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുക എന്നത് ഹൃദയത്തിലെ തഖ്വയുടെ ഭാഗമാണ്. ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. ഹൃദയത്തിൻ്റെ തഖ്വയുടെ ഭാഗമാണ് അള്ളാഹു അവൻ്റെ മതചിഹ്നങ്ങളായി നിശ്ചയിച്ച കാര്യങ്ങളെ ആദരിക്കുക എന്നത്, അതിനെ ബഹുമാനിക്കുക എന്നത്, അതിനോട് അനാദരവ് ഒരിക്കലും പ്രവർത്തിക്കാതിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള അനാദരവാകുന്ന കാര്യങ്ങളിൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കാര്യങ്ങളുണ്ട്. എന്നാൽ ഇസ്ലാമിൽ നിന്നൊരാൾ പുറത്തു പോകുമെന്ന് പറയാൻ സാധിക്കുകയില്ല. പല ആളുകളും ഖുർആനെ അപമാനിക്കാനോ മറ്റോ ചെയ്തതായിരിക്കുകയില്ല, അറിവില്ലായ്മ കൊണ്ട് ചെയ്തതായിരിക്കും. പക്ഷെ അവനത് ഒഴിവാക്കേണ്ടതാണ്, അത് ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ കിതാബുകളെ അപമാനിക്കുക എന്നത് നമുക്ക് പാടില്ല. നോക്കൂ, അള്ളാഹു അവൻ്റെ കിതാബുകളായി എണ്ണിപ്പറഞ്ഞ ഗ്രന്ഥങ്ങളുണ്ട്. ഖുർആനും ഇൻജീലും തൗറാത്തും സബൂറും. അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ സുഹഫുകൾ, ഏടുകൾ, ഖുർആനിൽ പ്രത്യേകം എണ്ണിപ്പറഞ്ഞ കാര്യങ്ങളാണിത്. മൂസാ നബിക്ക് നൽകിയ തൗറാത്ത്, ഇബ്രാഹിം അലൈഹിസ്സലാമിന് നൽകിയ ഏടുകൾ, ഈസാ നബിക്ക് നൽകിയ ഇൻജീൽ, ദാവൂദ് നബിക്ക് നൽകിയ സബൂർ, നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ഖുർആൻ. ഈ കിതാബുകളിൽ അതിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തുക എന്ന കാര്യമാണ് പഴയ സമുദായങ്ങൾ ചെയ്തിട്ടുള്ളത്. എന്നാൽ അള്ളാഹുവിൻ്റെ അവസാനത്തെ ഗ്രന്ഥമായ ഖുർആനാകട്ടെ അള്ളാഹു അതിൽ നിന്നെല്ലാം സംരക്ഷിച്ചിരിക്കുന്നു. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഇതാ ഈ ഉത്ബോധനം അവതരിപ്പിച്ചിട്ടുള്ളത് നാമാണ്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. ഇത് ഖുർആനിന് അതിനു മുമ്പുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ഒരു വ്യതിരിക്തതയാണ്. പഴയ കിതാബുകൾ അള്ളാഹു ഈ രൂപത്തിൽ ഞാൻ സംരക്ഷിക്കും എന്ന് വാഗ്ദാനം പറഞ്ഞിട്ടില്ല. മറിച്ച് അത് സൂക്ഷിക്കാനും സംരക്ഷിക്കാനും അള്ളാഹു പഴയ സമുദായങ്ങളിലെ പണ്ഡിതന്മാരോട് കൽപ്പിക്കുകയാണ് ചെയ്തത്. അവരക്കാര്യം ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അവരതിൽ വീഴ്ച വരുത്തുകയുണ്ടായി. പിൽക്കാലത്ത് അവർക്ക് തോന്നിയ രൂപത്തിൽ അതിൽ പലതും മാറ്റിക്കളഞ്ഞു, ഒഴിവാക്കി പലതും കൂട്ടിച്ചേർത്തു, പലതും അവർ മറന്നുപോയി. ഈ രൂപത്തിൽ അതിൽ തിരുത്തലുകൾ വന്നു. എങ്ങനെയാണ് വന്നത്? ചിലതൊക്കെ മറന്നുപോയി. അവരുടെ തിന്മകൾ കാരണത്താൽ അള്ളാഹുവിൻ്റെ കലാം അവർക്ക് മറപ്പിക്കപ്പെട്ടു. ചിലതവർ കൂട്ടിച്ചേർത്തു, ചിലതവർ ഒഴിവാക്കി. ഇങ്ങനെ തഹരീഫ് സംഭവിച്ചു. എന്നാൽ ഖുർആനിൽ ഒരിക്കലും അത് സംഭവിക്കുകയില്ല. അള്ളാഹു അത് അത്ഭുതകരമായ രൂപത്തിൽ സംരക്ഷിച്ചിരിക്കുന്നു. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, 1400-ലധികം വർഷമായി ആ ഖുർആനിന് എന്തു മാറ്റമാണ് വന്നിട്ടുള്ളത്. ആ ഖുർആൻ അതാ പ്രായമുള്ളവരും അല്ലാത്തവരും ധനികരും ദരിദ്രരും എല്ലാവരും പഠിക്കുന്നു. അവരുടെ ഭാഷ എല്ലാഞ്ഞിട്ട് കൂടി ആ ഗ്രന്ഥം മനഃപ്പാടമാക്കിയ എത്ര പേരുണ്ട്? നമ്മുടെ ഭാഷയിലുള്ള ഒരു പുസ്തകമാണ് എങ്കിൽ പോലും ഒരു 100 പേജ് മനഃപ്പാടമാക്കാൻ നമ്മളോട് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? എത്രമാത്രം അരോചകമായ ഒരു പ്രവൃത്തിയായിരിക്കും അത്. എന്നാൽ അള്ളാഹുവിൻ്റെ ഖുർആൻ ആ ഭാഷയെക്കുറിച്ചൊന്നും അറിയാത്തവർ, കേവലം വായിക്കാൻ മാത്രം അറിയുന്നവർ, അർത്ഥമറിയാത്തവർ മനഃപ്പാടമാക്കുന്നു. അവരിൽ കുട്ടികളുണ്ട്, വൃദ്ധരുണ്ട്, പണക്കാരുണ്ട്, പാവപ്പെട്ടവരുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. ഹൃദയങ്ങളിൽ അത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ കിതാബുകളിൽ, മുസ്ഹഫുകളിൽ അത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ലോകത്ത് എത്ര മുസ്ഹഫുകളുണ്ട്? ആർക്കാണ് ഇതിൻ്റെ എണ്ണം എടുക്കാൻ സാധിക്കുക? അത്ഭുതകരമായ രൂപത്തിൽ അതാ 300-400 വർഷങ്ങൾക്ക് മുൻപ് ഏതെങ്കിലും ഭാഷയിൽ, ഇംഗ്ലീഷിലോ മറ്റോ എഴുതപ്പെട്ട സാഹിത്യ രചനകൾ നിങ്ങളൊന്ന് എടുത്തു വെച്ച് നോക്കൂ. ഇന്നത് വായിക്കണമെങ്കിൽ ഇംഗ്ലീഷ് അറിയുന്ന ഒരാൾക്ക് പോലും അതിന് പ്രത്യേകം സഹായകരമാകുന്ന ഗ്രന്ഥങ്ങൾ കൂടെ വേണ്ടി വരും. അതിലെ പദങ്ങൾ പലതും ഇന്ന് ഉപയോഗിക്കുന്നതല്ല, ഇന്ന് ആളുകൾക്ക് പരിചിതമേ അല്ല. എന്നാൽ അള്ളാഹുവിൻ്റെ ഖുർആൻ അത് ഇന്നും ഏറ്റവും ആ പുതിയ രൂപത്തിൽ തന്നെ, പുതുമയാർന്ന രൂപത്തിൽ തന്നെ. എന്നാൽ അത് പഴയതാണ്, പക്ഷെ അത് പഴഞ്ചനായിട്ടില്ല. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അത് പഴഞ്ചനായി പോയിട്ടില്ല. അത് മുമ്പേ അവതരിപ്പിക്കപ്പെട്ടതാണ്. എങ്കിൽ പോലും മറ്റുള്ള വേദഗ്രന്ഥങ്ങൾ അത് അവതരിപ്പിക്കപ്പെട്ട ഭാഷയേതോ അതിലാരുടെ കയ്യിലാണുള്ളത്? അള്ളാഹു അവതരിപ്പിച്ച ഭാഷയിൽ നിന്ന് പരിഭാഷപ്പെടുത്തി വേറെയും പരിഭാഷപ്പെടുത്തി എന്നിട്ടാണ് ആളുകളുടെ കൈകളിലുള്ളത്. എന്നാൽ ഈ ഖുർആൻ അതേ അള്ളാഹു അവതരിപ്പിച്ച ഭാഷയിൽ ആളുകളുടെ കയ്യിൽ ഏറ്റവും ബറക്കത്തുള്ള ഗ്രന്ഥമാണ്, ഏറ്റവും അള്ളാഹു അനുഗ്രഹമേകിയ ഗ്രന്ഥം. അതിലൊരു അക്ഷരം പാരായണം ചെയ്താൽ ഏറ്റവും ചുരുങ്ങിയത് 10 പ്രതിഫലമുണ്ട്. അത് മനഃപ്പാടമാക്കുന്നതിൻ്റെ ശ്രേഷ്ഠത എത്രയാണ്!
അതുറ്റാലോചിക്കുന്നതിൻ്റെ പ്രയോജനങ്ങൾ എത്രയാണ്. അത് സഹോദര നീ അമലാക്കിയാൽ, നിൻ്റെ ജീവിതമാക്കിയാൽ നിനക്ക് ലഭിക്കാനിരിക്കുന്നത് ഈ ലോകത്തെയും പരലോകത്തെയും വിജയവും, എല്ലാ വിജയവും സൗഭാഗ്യവുമാണ്. അതൊന്ന് പഠിക്കാൻ നീ നിൻ്റെ ജീവിതം അതിലൊരല്പം നേരം മാറ്റിവെച്ച് നോക്കൂ. നിൻ്റെ ജീവിതം ഒന്നാകെ മാറുന്നത് നിനക്ക് കാണാം. അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അത് മനഃപ്പാടമാക്കാൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ സഹോദരങ്ങളെ. അതിലേക്ക് തിരിയൂ. അതാ നമ്മുടെ കുട്ടികളെ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പഠിപ്പിക്കൂ. ചെറിയ മക്കൾ അള്ളാഹുവിൻ്റെ കലാം അത് പാരായണം ചെയ്യുന്നത്, അത് ഹിഫ്ളാക്കുന്നത്, അത് ഓതുന്നത് എത്ര മനോഹരമായ കാഴ്ചയാണ്. അതിനേക്കാൾ മനോഹരമായ എന്തൊരു രംഗമാണ് നമുക്ക് കാണാനുള്ളത്. അതുകൊണ്ട് ഈ കലാം, അതിലാണ് നമ്മുടെ എല്ലാ അന്തസ്സുമുള്ളത്, നമ്മുടെ പ്രതാപമുള്ളത്, നമ്മുടെ വിജയമുള്ളത്. ആ കലാം നാം പഠിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ആ ഖുർആനായിരുന്നു. ഖുർആനും സുന്നത്തുമാണ് നമ്മുടെ പ്രമാണങ്ങൾ. അത് മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക. ഇസ്ലാമിൻ്റെ യഥാർത്ഥ വിശ്വാസങ്ങൾ നാം ഉൾക്കൊള്ളുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم فرج هم المهمومين من المسلمين ونفس كرب المكروبين واقض الدين عن المدينين واشف مرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين. اللهم انصر إخواننا المسلمين المستضعفين في كل مكان. اللهم انصرهم على أعدائهم. اللهم منزل الكتاب مجري السحاب هازم الأحزاب سريع الحساب عليك بأعدائك وأعداء الدين. اللهم مزق ملكهم وشتت شملهم يا قوي يا عزيز. ربنا تقبل منا إنك أنت السميع العليم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم عافنا واعف عنا. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. وصلى الله وسلم على نبينا محمد.